എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രതിരോധശേഷിയും ആരോഗ്യ സംരക്ഷണവും. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. എന്താണ് ആരോഗ്യമെന്ന് പറഞ്ഞാൽ? ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമനുസരിച്ച് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. എന്നാൽ നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്, അല്ലേ? ലഹരിവസ്തുക്കളുടെ ഉപയോഗം, പോഷകാഹാരക്കുറവ്, പിന്നെ രോഗാണുക്കൾ, പാത്തോജൻസ്. ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവ നമ്മുടെ ശരീരത്തിലേക്ക് പല വഴികളിലൂടെയും പ്രവേശിക്കാൻ ശ്രമിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും അസുഖം വരാത്തത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം നമ്മുടെ ശരീരത്തിന് ഒരു സൂപ്പർ പവറുണ്ട്. അതാണ് പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാനും പ്രവേശിച്ചവയെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവാണിത്. ഈ പ്രതിരോധശേഷി രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ജന്മനാലുള്ള പ്രതിരോധം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. രണ്ട്, നമ്മൾ ജീവിതകാലത്ത് നേടിയെടുക്കുന്ന പ്രതിരോധം, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നമുക്കാദ്യം ജന്മനാലുള്ള പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാം. ഇതിനെ പ്രാഥമിക തലത്തിലുള്ള പ്രതിരോധം എന്നും പറയാറുണ്ട്. ഇതൊരു കോട്ട പോലെയാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. നമ്മുടെ തൊലി ഒരു വലിയ മതിലാണ്. അത് രോഗാണുക്കളെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. തൊലിയിലെ വേർപ്പും സെബവും രോഗാണുക്കളെ നശിപ്പിക്കും. നമ്മുടെ കണ്ണുനീരിലും ഉമിനീരിലും ലൈസോസൈം എന്ന എൻസൈം ഉണ്ട്. ഇതും രോഗാണുക്കളെ നശിപ്പിക്കും. ചെവിയിലെ മെഴുക് പുറത്തുനിന്നുള്ള വസ്തുക്കളെ തടയുന്നു. ശ്വസനനാളിയിലെ സിലിയകളും മ്യൂക്കസും രോഗാണുക്കളെ ശ്വാസകോശത്തിൽ എത്താതെ തടയുന്നു. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലൂടെ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ദഹനനാളത്തിലും മൂത്രനാളിയിലുമുള്ള ഉപകാരികളായ ബാക്ടീരിയകളും രോഗാണുക്കളോട് പോരാടും. അപ്പോൾ ഇത്രയും വലിയൊരു സംരക്ഷണ വലയം നമുക്കുണ്ട്. അത്ഭുതം തോന്നുന്നില്ലേ? ഇനി ഈ പ്രതിരോധ കോട്ടയെല്ലാം മറികടന്ന് ഏതെങ്കിലും രോഗാണു ഉള്ളിൽ കടന്നാലോ? അപ്പോഴും നമ്മുടെ ശരീരം തോൽവി സമ്മതിക്കില്ല. അവിടെയാണ് രണ്ടാം ഘട്ട പ്രതിരോധം പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാന താരങ്ങളാണ് നമ്മുടെ വെളുത്ത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. അവ നമ്മുടെ ശരീരത്തിലെ സൈനികരെ പോലെയാണ്. 5 തരം വെളുത്ത രക്താണുക്കളുണ്ട്. ന്യൂട്രോഫിൽ, ഇവ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കും. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. മോണോസൈറ്റ്, ഇതും ഫാഗോസൈറ്റോസിസ് നടത്തും. കൂടാതെ മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കാം. ഈ പ്രക്രിയ ഒരു വീഡിയോ ഗെയിം പോലെയാണ്. രോഗാണുവിനെ തിരിച്ചറിയുന്നു, ഉള്ളിലേക്ക് വിഴുങ്ങുന്നു, ലൈസോസോം എന്ന എൻസൈം ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുന്നു, പിന്നെ പുറന്തള്ളുന്നു. ബേസോഫിൽ, രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അലർജി ഉണ്ടാകുമ്പോൾ ഹിസ്റ്റാമിൻ ഉണ്ടാക്കുന്നതും ഇവരാണ്. ഈസിനോഫിൽ, അലർജി ഉണ്ടാക്കുമ്പോൾ പുറത്തുവരുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. കൂടാതെ പരാദങ്ങളെ നശിപ്പിക്കുന്നു. 5ാമൻ ലിംഫോസൈറ്റാണ്. അവനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗം ചുവന്നു തടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റാമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടും. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. അങ്ങനെ കൂടുതൽ രക്തം അവിടേക്ക് ഒഴുകിയെത്തും. രക്തത്തോടൊപ്പം ന്യൂട്രോഫിൽ, മോണോസൈറ്റ് തുടങ്ങിയ വെളുത്ത രക്താണുക്കളും അവിടെയെത്തി രോഗാണുക്കളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ചുവക്കുകയും ചൂടാകുകയും ചെയ്യുന്നത്. ഇനി പനിയെക്കുറിച്ച് പറയാം. പനി ഒരു ശത്രുവാണോ മിത്രമാണോ? പനി യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അണുബാധയുണ്ടാകുമ്പോൾ വെളുത്ത രക്താണുക്കൾ പൈറോജനുകൾ എന്ന രാസവസ്തുക്കൾ പുറത്തുവിടും. ഇവ തലച്ചോറിന് സിഗ്നൽ നൽകി ശരീരതാപനില ഉയർത്തുന്നു. ഉയർന്ന താപനിലയിൽ രോഗാണുക്കളുടെ വളർച്ച കുറയും. കൂടാതെ ഫാഗോസൈറ്റുകൾക്ക് രോഗാണുക്കളെ വേഗത്തിൽ നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് ചെറിയ പനി വരുമ്പോൾ പേടിക്കേണ്ടതില്ലാട്ടോ. അടുത്തത് രക്തം കട്ടപിടിക്കലാണ്, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. മുറിവുണ്ടാകുമ്പോൾ രക്തം പോകുന്നത് തടയുക മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. മുറിവിലൂടെ രോഗാണുക്കൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുക എന്നതും കൂടിയാണ്. മുറിവേറ്റ ഭാഗത്തെ പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. ഈ നാരുകൾ ഒരു വല പോലെ രൂപംപെട്ട് രക്തകോശങ്ങളെ തടഞ്ഞു നിർത്തി രക്തം കട്ടപിടിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഏതൊരു രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാലും ഒരുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട്
ഇതിനെ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഇനി നമുക്ക് എക്വയർഡ് ഇമ്മ്യൂണിറ്റി, അതായത് ആർജിക്കുന്ന പ്രതിരോധത്തെക്കുറിച്ച് നോക്കാം. ഇത് ജനനശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധമാണ്. ഓരോ രോഗാണുവിനെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ടിതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും പറയുന്നു. ഇതിലെ പ്രധാന പടയാളികളാണ് ലിംഫോസൈറ്റുകൾ. അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്ന ഇവ 2 തരത്തിലുണ്ട്: ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിൽ വെച്ച് തന്നെ പാകമാകുന്നു. ഇവ ആന്റിബോഡികൾ എന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആന്റിബോഡികൾ ആന്റിജനുകളെ നശിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ് പാകമാകുന്നത്. ഇവ അണുബാധയേറ്റ കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും നേരിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര ശക്തമായൊരു പ്രതിരോധ സംവിധാനമാണുള്ളത് എന്ന് മനസ്സിലായില്ലേ? എന്നാൽ ചില മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഈ സ്വാഭാവിക പ്രതിരോധം മാത്രം മതിയാവുകയില്ല. അവിടെയാണ് നമ്മൾ കൃത്രിമ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് വാക്സിനേഷൻ. 18-ാം നൂറ്റാണ്ടിൽ എഡ്വേർഡ് ജെന്നർ എന്ന ഡോക്ടറാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ വാക്സിനേഷന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പശുക്കൾക്ക് വരുന്ന കൗപോക്സ് രോഗം വന്നവർക്ക് വസൂരി വരില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൽ നിന്നാണ് വാക്സിൻ എന്ന ആശയം ഉടലെടുത്തത്. രസകരമായ കഥയല്ലേ? വാക്സിനുകൾ യഥാർത്ഥത്തിൽ നിർവീര്യമാക്കിയതോ മൃതമായതോ ആയ രോഗാണുക്കളോ അവയുടെ ഭാഗങ്ങളോ ആണ്. ഇവ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നു. ശരീരം അവയ്ക്കെതിരെ ആന്റിബോഡികൾ ഉണ്ടാക്കുന്നു. ഈ ആന്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കുകയും ഭാവിയിൽ യഥാർത്ഥ രോഗാണു വരുമ്പോൾ അതിനെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു. പലതരം വാക്സിനുകളുണ്ട്. MMR, BCG, OPV തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ കോവിഡ്-19-നെതിരെയും വാക്സിൻ ലഭ്യമാണ്. ചുരുക്കത്തിൽ, രോഗം വരുന്നതിനു മുൻപ് തന്നെ ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു പരിശീലനമാണ് വാക്സിനേഷൻ. ഇനി നമുക്ക് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നു. സൂക്ഷ്മാണുക്കളാണ് ഇതിൽ ഭൂരിഭാഗത്തിനും കാരണം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ തുടങ്ങിയവയാണ് രോഗാണുക്കൾ. ഇവ പല വഴികളിലൂടെയാണ് പകരുന്നത്. നേരിട്ടുള്ള സമ്പർക്കം, ചുമ, തുമ്മൽ, മലിനമായ വെള്ളം, ആഹാരം, കൊതുക് പോലുള്ള പ്രാണികൾ എന്നിവയിലൂടെയെല്ലാം രോഗങ്ങൾ പകരാം. നമുക്ക് ചില ബാക്ടീരിയ രോഗങ്ങളെ പരിചയപ്പെടാം. എലിപ്പനി ഒരു പ്രധാന രോഗമാണ്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത്. വൃക്ക, കരൾ, ശ്വാസകോശം എന്നിവയെ ഇത് ബാധിക്കാം. മറ്റൊന്നാണ് ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് രോഗകാരി. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുവിലൂടെയാണിത് പകരുന്നത്. ശ്വാസകോശത്തെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. BCG വാക്സിൻ എടുത്തും ഡോട്ട്സ് ചികിത്സയിലൂടെയും ഇത് ഭേദമാക്കാം. ഇനി വൈറസ് രോഗങ്ങളെക്കുറിച്ച് നോക്കാം. വൈറസുകൾ കോശങ്ങൾക്കുള്ളിൽ കടന്ന് പെരുകി ആ കോശങ്ങളെ നശിപ്പിക്കുന്നു. എയ്ഡ്സ് അത്തരത്തിലൊരു രോഗമാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് രോഗകാലി. ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ ടി ലിംഫോസൈറ്റുകളെയാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് എയ്ഡ്സ് വന്നാൽ പ്രതിരോധശേഷി കുറയുന്നത്. നിപ്പ വൈറസും വളരെ അപകടകാരിയായ ഒന്നാണ്. പഴം തിന്നി വവ്വാലുകളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇതിന് ഫലപ്രദമായ മരുന്നോ വാക്സിനോ നിലവിലില്ല. കോവിഡ്-19-നെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നോക്കാം. വട്ടച്ചൊറി, റിംഗ്വേം, കാൻഡിഡിയാസിസ് തുടങ്ങിയവ ഫംഗസ് രോഗങ്ങളാണ്. ഇവ കൂടുതലായും ചർമ്മത്തെയും നഖത്തെയുമാണ് ബാധിക്കുന്നത്. അടുത്തത് പ്രോട്ടോസോവ രോഗങ്ങളാണ്. മലേറിയ ഇതിന് ഒരു ഉദാഹരണമാണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. അനോഫിലിസ് പെൻകൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഈ കൊതുകുകടി ഏൽക്കുമ്പോൾ പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്ത് പ്രവേശിച്ച് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നു. വിറയലോടുകൂടിയ പനിയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. വിരകൾ മൂലവും രോഗങ്ങളുണ്ടാകാം. മന്ത്, ഫൈലേറിയാസിസ് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഫൈലേറിയൽ വിരകളാണ് രോഗകാരി. ക്യൂലെക്സ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഈ വിരകൾ ലിംഫ് കുഴലുകളിൽ തങ്ങിനിന്ന് ലിംഫിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കാലുകളിലും മറ്റും ഭയങ്കരമായ നീര് വരുന്നത്. കൊതുകിനെയും എലിയെയും പോലുള്ള രോഗവാഹകരെ നശിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം സാംക്രമിക രോഗങ്ങളാണ്. എന്നാൽ പകരാത്ത രോഗങ്ങളുമുണ്ട്. നോൺ കണ്ടേജിയസ് ഡിസീസസ്. ക്യാൻസർ അത്തരത്തിലുള്ള ഒന്നാണ്. കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനമാണ് ക്യാൻസറിന് കാരണം.
ഈ ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ശരീരഭാഗങ്ങളിലേക്കും വ്യാപിക്കും. ജീവിതശൈലി, പരിസ്ഥിതി ഘടകങ്ങൾ, ചില വൈറസുകൾ എന്നിവയെല്ലാം ക്യാൻസറിന് കാരണമാകാം. ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവയാണ് പ്രധാന ചികിത്സാരീതികൾ. പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ജനിതക തകരാറുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പാരമ്പര്യ രോഗങ്ങൾ എന്നു പറയുന്നു. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ചികിത്സാരീതികളെക്കുറിച്ച് നോക്കാം. നമ്മുടെ രാജ്യത്ത് പലതരം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ആയുർവേദം ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒന്നാണ്. സസ്യാധിഷ്ഠിത മരുന്നുകളാണ് ഇതിൽ പ്രധാനം. ഹോമിയോപ്പതി ജർമ്മൻ ഡോക്ടറായ സാമുവൽ ഹാനിമാൻ ആവിഷ്കരിച്ചതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയത് ഗ്രീക്ക് ഭിഷഗ്വരനായ ഹിപ്പോക്രാറ്റസാണ്. ഇത് രോഗനിർണയത്തിനും മരുന്നുകൾക്കും പ്രാധാന്യം നൽകുന്നു. ശരിയായ രോഗനിർണയം ചികിത്സയിൽ വളരെ പ്രധാനമാണ്. സ്റ്റെത്തസ്കോപ്പ്, ബി.പി. അപ്പാരറ്റസ്, തെർമോമീറ്റർ, എൻഡോസ്കോപ്പ്, സി.ടി. സ്കാനർ, എം.ആർ.ഐ. സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങൾ ഇതിന് സഹായിക്കുന്നു. രോഗനിർണയത്തിനു ശേഷം മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആന്റിബയോട്ടിക്കുകൾ. ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണിവ. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. ഇത് പല പാർശ്വഫലങ്ങൾക്കും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനും കാരണമാകും. രക്തദാനം മറ്റൊരു പ്രധാന വിഷയമാണ്. 18നും 60നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാം. എന്നാൽ രക്തം സ്വീകരിക്കുമ്പോഴും നൽകുമ്പോഴും രക്തഗ്രൂപ്പ് ചേർച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. എ, ബി, ഒ, എ ബി എന്നിങ്ങനെയാണ് പ്രധാന ഗ്രൂപ്പുകൾ. ചുവന്ന രക്താണുക്കളിലെ ആന്റിജന്റെ സാന്നിധ്യമാണ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്. RH ഫാക്ടർ എന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പായും ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പായും കണക്കാക്കുന്നു. ചേരാത്ത രക്തം നൽകിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മനുഷ്യരെപ്പോലെ തന്നെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ വരാറുണ്ട്. കുളമ്പുരോഗം, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ആൻഡ്രാക്സ് എന്നിവ മൃഗങ്ങളിൽ കാണുന്ന രോഗങ്ങളാണ്. വാഴയിലെ കുറുന്നാമ്പുരോഗം, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, തെങ്ങിന്റെ കൂമ്പുചീയൽ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് എന്നിവ സസ്യരോഗങ്ങളാണ്. സസ്യങ്ങൾക്കും അവയുടേതായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. കട്ടിയുള്ള കോശഭിത്തി, മെഴുകുകൊണ്ടുള്ള ആവരണം, രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ നല്ല ജീവിതശൈലി സ്വീകരിച്ച് പ്രതിരോധശേഷി നിലനിർത്തുകയും വേണം. ഈ അധ്യായത്തിലെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 8000663333 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.